100 കൊല്ലത്തേക്ക് ആ റോഡും ആ സർവീസ് റോഡൊക്കെ തന്നെ കാണത്തുള്ളൂ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ അതായത് നമ്മൾ വീണ്ടും ഒരു റൈഡിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെയുള്ള വണ്ടിയാണിത്, R1. ഇതൊരു സ്പെഷ്യൽ R1 ആണ്. ഇതിനു മുമ്പ് നമ്മളുടെ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ജോൺ അബ്രഹാം സെയിൽ ചെയ്ത വണ്ടിയാണ്. നമ്മളുടെ തരുൺ ബ്രോയുടെ അടുത്താണ് ഇപ്പോൾ ഈ വണ്ടി ഉള്ളത്. നമ്മൾ മസിൽ അണ്ണൻ, പുള്ളിയുടെ ചാനലുണ്ടാവും, മസിൽ വിത്ത് റൈഡ് വിത്ത് മസിൽ ആയിരുന്നു, പേര് മറന്നുപോയല്ലോ. റൈഡ് വിത്ത് മസിൽ. പിന്നെ നമ്മൾ CBR ഫയർ ബ്ലേഡ്, CBR 650, നമ്മളെ ഫയർ ബ്ലേഡ്, C900, സ്ട്രീറ്റ് ട്രിപ്പിൾ, ഡയറ്റോണ, V2, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ റൈഡിൽ. സോ നമുക്ക് പൊളിക്കാം. സോ ലെറ്റ്സ് ഗോ. R1ൻ്റെ സൗണ്ട് ഒന്ന് കേട്ടോ കേട്ടോ. ഇതൊരു ക്രോസ് പ്ലെയിൻ വണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോലാറാണ്. ഞാൻ പറഞ്ഞുപോയി. കോലാർ സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറച്ച് സ്ട്രെച്ച് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് റോഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂരിനോട് അടുക്കും തോറും ട്രാഫിക് കൂടും. സോ അത്രയും നമുക്കൊന്ന് പൊളിക്കാം, പൊളിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പൊളിക്കാം. സോ പോകാം. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഈ R1ൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന് ABS ഇല്ല, പക്ഷേ ട്രാക്ഷൻ ഉണ്ട്. നമ്മളെ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ABS ഉണ്ട്, ട്രാക്ഷൻ ഇല്ല. കുടയുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. നല്ല സ്ട്രെച്ച് പറഞ്ഞാൽ കിടിലൻ, നല്ല ക്ലീൻ റോഡ്, ഒരു ബമ്പ് ഒന്നുമില്ല. ഇപ്പോൾ കുറച്ച് ബംപ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ഓഫ് കോഴ്സ് ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്ട്രെച്ച് ആയിരുന്നു അത്, കിടിലൻ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് എഡിറ്റിങ്ങിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ വീഡിയോ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഓയിൽ മാറ്റി, ഓയിൽ ഫിൽറ്റർ, ബ്രേക്ക് പാഡ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ മൊത്തം മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷമുള്ള ആദ്യത്തെ ഫസ്റ്റ് റൈഡാണിത്. വണ്ടി നന്നായിട്ട് മാറിയിട്ടുണ്ട്, നല്ല ഫീൽ വ്യത്യാസം വരുന്നുണ്ട് നമുക്ക്. CBR നമ്മുടെ ഈ ക്രോസ് പ്ലെയിൻ എഞ്ചിനുകൾ ഇനി കാണാൻ മറയത്തോട്ട് പോവാണ്. കാരണം യമഹ V4 എഞ്ചിൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് പബ്ലിക്കിന് എപ്പം അവൈലബിൾ ആവുന്നുള്ള അറിയില്ല. കാരണം മോട്ടോ ജിപ്പിൽ അവരിപ്പോൾ V4 എഞ്ചിൻ ബിൽഡ് ചെയ്ത് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ റൈഡിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഡുക്കാട്ടിൽ നിന്ന് ഏതൊരു അതിൻ്റെ ഒരു എഞ്ചിനീയറെ വല്ല പോക്കി ഇപ്പം യമഹ ഒരു V4 എഞ്ചിൻ ബിൽഡ് ചെയ്തു. അത് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്.
ചിന്തിച്ചിരിക്കുകയായിരുന്നു, ഡുക്കാറ്റി വന്നില്ലല്ലോ, വീട്ടു വന്നില്ലല്ലോ. ഞാൻ അധികം ടക്കിങ് ചെയ്തിരിക്കാതെന്ന് വെച്ചാൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ടക്കിങ് ചെയ്ത് ഒന്നും കാണുന്നില്ല. കാരണം ഈ വൈസർ കൂടെ ഉള്ളതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി ഡാർക്ക്, ഒന്നും കാണത്തില്ല. ആ ബൈക്കാരൻ കയറാണ്ടില്ലേ, പുള്ളി ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല ആക്ച്വലി. പുള്ളി അവിടുന്ന് ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമുണ്ട്. പുള്ളി ഇൻഡിക്കേറ്റർ ഇടുന്ന ഇട്ടുണ്ടെങ്കിലും പുള്ളിക്കൊന്ന് അപ്പുറത്തെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്താ, നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ഒന്നും വർക്ക് കഴിഞ്ഞില്ല കേട്ടോ റോഡിൻ്റെ. ചിലയിടത്തൊക്കെ ഇപ്പോഴും വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. വർക്ക് കഴിഞ്ഞ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഫുൾ സ്ഥലത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു റോഡിലോട്ട് വരാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1-2 സ്ഥലത്ത് മാത്രമേ ഇതേപോലെ പ്രശ്നങ്ങളുള്ളൂ. ഇവിടത്തേക്ക് സർവീസ് റോഡിൻ്റെ വിടുത്ത് കണ്ടില്ലേ, നമ്മളെ നാട്ടിൽ ഇതിൻ്റെ പകുതിയേ കാണത്തുള്ളൂ. കാരണം അത് പറഞ്ഞിട്ടല്ല, സ്ഥലമില്ല. പിന്നെ ആളുകൾ ഇപ്പോഴും നാരോ മൈൻഡാണ്. ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മുടെ നാട്ടിലെ ഒരു സംഭവം ഇപ്പോഴേ ഇനിയൊരു വൈഡനിങ്ങും വിടുത്തനിങ്ങും സംഭവങ്ങളൊന്നും എന്തായാലും നടക്കത്തില്ല ഗൈസ്. കാരണം ഇപ്പോൾ നടന്ന് ഇനിയൊരു 10-100 കൊല്ലത്തേക്ക് ആ റോഡും ആ സർവീസ് റോഡൊക്കെ തന്നെ കാണത്തുള്ളൂ.
നമ്മൾ കുറച്ച് ഓവർ ആവുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖം പിടിക്കുന്നത് പോകാൻ. ഇതങ്ങനെയല്ല, ഇത് അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നവരുണ്ട് ഫ്രണ്ടിൽ. ഓസ്കോട്ട് ടോളിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഓസ്കോട്ട് ടോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം പൊളിച്ചിട്ടുണ്ട്, ചില ഭാഗത്തു നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. സോ അപ്പോൾ ഇനി എല്ലാവരും വന്നിട്ട് നമ്മൾ ഇവിടുന്ന് പിരിയുന്നതായിരിക്കും.